ഹായ്, ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി നബിദിനം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഓണ ട്രിപ്പിനിറങ്ങി. ഓണ ട്രിപ്പല്ല, ഞങ്ങളെ രതീഷ് ഏട്ടന് നാട്ടിലുണ്ട്. മുംബൈയിൽ നിന്ന് പുള്ളി ഞങ്ങൾ വരുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓണത്തിന് രതീഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്. അങ്ങനെ കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. നബിദിന പരിപാടി എല്ലാം കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഓണം ആഘോഷിക്കാൻ രതീഷ് ഏട്ടൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി. എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് അവിടെ കാണാം, കൊല്ലത്ത്. മക്കളെ പൈസു എവിടെ പോണ്ട? ഏത് ഇത്തേട്ടൻ? രതീഷേട്ടൻ. വാപ്പച്ചിയുടെ കൂട്ടുകാരെ രതീഷേട്ടന്റെ വീട്ടിൽ പോണം അല്ലേ നമ്മള്? അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറ. നമ്മള് ഫൈനലി രതീഷേട്ടന്റെ വീട് എത്താറായി. കരുനാഗപ്പള്ളിയാണ് വീടെങ്കിലും ഞങ്ങൾ ഭരണിക്കാവ് വഴിയാണ് വന്നത്. MC റോഡ് പിടിച്ച് NH വഴി വന്നില്ല, തിരക്കായിരിക്കും. ഏകദേശം നമ്മൾ എത്താറായി, രതീഷേട്ടൻ്റെ വീട് എത്താറായി. ഓണത്തിന് പൊതുവെ എല്ലാവരും 1 മണിക്ക് കൂടിപ്പോയ 2 മണിക്കൊക്കെയാണ് ഓണസദ്യ കഴിക്കാൻ വരുന്നത്. എന്തായാലും ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ 4 മണിയായി. 4 മണിക്ക് അടുത്തായി. 4 മണിക്കാണ് ഓണസദ്യ കഴിക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ വരുന്നതും കാത്ത് രതീഷേട്ടനും ഫാമിലിയും കഴിക്കാതിരിക്കുകയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി. ഞങ്ങളുടെ രതീഷ് ഏട്ടൻ്റെ ചെറിയ കൊട്ടാരമാണ് ഈ കാണുന്നത്. ആശാൻ മുംബൈ കിടന്ന് 10-11 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി ഗാർഡനൊക്കെ പുള്ളി ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് പുള്ളി മുംബൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ഡിസൈനും നോക്കി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പുള്ളി എൻജിനീയറെ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തതാണത്. എന്നാൽ നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കയറാം. കയറുന്നതിൻ്റെ മുന്നിൽ തന്നെ രതീഷ് ഏട്ടനും നീതി ചേച്ചിയും കല്യാണിയും കൂടെയൊക്കെ നല്ല ചെറിയൊരു അത്തം വരച്ചിട്ടുണ്ട്. അകത്ത് കയറിയ നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫോർമൽ ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള രീതിക്കാണ് രതീഷ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഫാമിലി ലിവിങ് റൂമാണ്. അതും പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു, നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കല്യാണി ഒരു ഹായ് പറ. ഹായ് ചേച്ചി, എന്തായി? കണ്ട, 4 മണിയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഓണസദ്യ കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നീതി ചേച്ചിയും രതീഷ് ഏട്ടനും. റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. സമ്പൽ സമൃദ്ധിമായ എല്ലാ ഓണസദ്യ കറികളും റെഡിയായി. പരിപ്പ്, പപ്പടം, അവിയൽ, തീയൽ, തോരൻ, പച്ചടി, കിച്ചടി, ഏത്തയ്ക്ക പച്ചടി, ഇഞ്ചിക്കറി, നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, നാരങ്ങ വെള്ള അച്ചാറ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, സേമിയ പായസം എന്നിങ്ങനെ എനിക്ക് അറിയാവുന്നുള്ളതും അറിയാത്തതുമായിട്ടുള്ള പലതരം കറികളുമായി നീതി ചേച്ചി റെഡി. പിന്നൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇത് ഫുള്ള് ഉണ്ടാക്കിയത് വീട്ടിൽ നീതി ചേച്ചി തന്നെയാണ്. ഒറ്റ സാധനം പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. എല്ലാം അവർ ഒറ്റയ്ക്ക്, രതീഷ് ഏട്ടൻ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്ത് ഫുള്ള് സാധനവും അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് നീതി ചേച്ചിക്ക് കൊടുത്തേ പറ്റൂ. കാര്യം ഇല നിറച്ച് ഐറ്റംസ് ആണ്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇലയിൽ കൊള്ളുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടക്കാലത്തൊന്നും ഇത്രയ്ക്ക് അടിപൊളി സദ്യ കഴിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് കിടിലമായിരുന്നു. താങ്ക്സ് ഫോർ നീതി ചേച്ചി ആൻഡ് രതീഷ് ഏട്ടൻ. പിന്നെ പണ്ടൊക്കെ ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ നാട്ടിലുള്ള എല്ലാവരും ഓണസമയമാകുമ്പം ഒരു നിലയുണ്ട് ഞങ്ങൾക്ക്. അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവിടെ നിന്നായിരുന്നു ഓണസദ്യ കഴിക്കുന്നത്. അതൊക്കെ ആ കാലം. അതിനുശേഷം ഇതുപോലെ കൂടിയിരുന്ന് ഓണസദ്യ കഴിക്കുന്നത് ഞാൻ ഇപ്പോഴാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ
ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ നാട്ടിൽ വരുമ്പം ഇങ്ങനെ രതീഷ് ഏട്ടനും വരുന്ന ടൈമാവും, നാട്ടിൽ ഒരുമിച്ച് ഒരിടത്ത് കൂടാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. അതൊക്കെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് നടന്നതാണ്. എന്തായാലും വളരെ വളരെ ഹാപ്പി. ഞാൻ ഈ ജിമ്മിലൊക്കെ പോയതിനു ശേഷം ഒരു ടൈം ടേബിൾ വെച്ചൊക്കെ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ എല്ലാ ടൈം ടേബിളും തെറ്റിച്ച് അത്രയ്ക്ക് വയറ് നിറച്ച ആഹാരം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അനങ്ങാൻ വയ്യാതെ ഞാനും സഫ്നയും ആ സെറ്റിൽ തന്നെ കിടന്നു ഒരു അരമണിക്കൂർ. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് മുംബൈ വിശേഷങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാനും പിള്ളേരുമായിട്ട് കളിക്കാനുള്ള പരിപാടിയാണ് കസേര ചുറ്റൽ. പിള്ളേരുടെ കളിയാണെന്നൊന്നുമില്ല, ഞാനും കളിക്കുന്നു പറഞ്ഞ് സഫ്നയും ചാടി ഇറങ്ങി. ഇനി കണ്ടു തന്നെ അറിയാം എന്ത് സംഭവിക്കുള്ളൂ. ഏറ്റവും വലിയൊരു കുട്ടിയുണ്ട്. വലിയ കുട്ടി തന്നെ തോറ്റു, പിള്ളേർക്ക് മുന്നിൽ വലിയ കുട്ടി തോറ്റു. അടുത്ത ഓട്ടം സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മത്സര ഓട്ടമാണ് നടക്കുന്നത്. ഓ മൈ ഗോഡ്. 2, 3 സ്റ്റാർട്ട്. അടുത്ത 3 പേർ ബാക്കി ഓടുകയാണ്. ആര് ജയിക്കും? ഹുസൈൻ ബോൾട്ട് വരെ മാറി മാറി ചിന്തിക്കുകയാണ്. സ്റ്റാർട്ട്. അയ്യോ, അടിപൊളി അടിപൊളി. പൈസന്റെ മുന്നിൽ കല്യാണി. ഓ മൈ ഗോഡ്. കുഴപ്പമില്ല, അടിപൊളി നോക്കണം, അടിപൊളി. പൈസ സെക്കൻഡ്. വിൻ വിൻ വിൻ. അങ്ങനെ വിജയകരമായി സഫ്നാന്റി തോറ്റിരിക്കുന്നു. 3 പേർ കൈയേറിയിരിക്കുന്നു. അടുത്തത് രതീഷ്, സാജിദ്, മോനായി. റെഡി? എന്റെ ഇടയ്ക്ക് ഒരു മുയലിരിക്കുന്നു. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പർസി. അങ്ങനെ വിജയ. അടുത്ത രതീഷ് ആൻഡ് സാജിദ്. കൈ കൊടുത്തിരിക്കുകയാണ്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. എല്ലാ സൈഡിൽ കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫൗള് കാണിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ സെക്കൻഡ്. ഫസ്റ്റ്.